Good morning. So last day we have discussed about the RBI. നമ്മുടെ സെൻട്രൽ ബാങ്ക്, ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് ആയിട്ടുള്ള എല്ലാ ബാങ്ക്സിൻ്റെയും കൂടി സെൻട്രൽ ആയിട്ട് അല്ലെങ്കിൽ എപ്പിക്സ് ബാങ്കായിട്ട് ആക്ട് ചെയ്യുന്ന RBI പറ്റിയിട്ടായിരുന്നു നമ്മൾ ലാസ്റ്റ് ഡേ ഡിസ്കസ് ചെയ്തത്. സോ വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് RBI? ദെൻ ഐ ഹാവ് ഗിവൻ ആൻ അസൈൻമെൻറ്റ് ടു റൈറ്റ് ഹു ആർ ദ മെമ്പേഴ്സ് ഓഫ് RBI. RBIയുടെ ആ ഒരു ഓർഗനൈസേഷന് തന്നെ കുറച്ച് മെമ്പേഴ്സ് ഉണ്ട്, ലൈക്ക് RBI ഗവർണർ ആൻഡ് സം ഓഫ് ദി 5 മെമ്പർ പാനൽ. സോ അത് നിങ്ങൾ എഴുതിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അതേപോലെ ഏതെല്ലാം ബാങ്ക്സാണ് നമ്മുടെ ഷെഡ്യൂൾഡ് ബാങ്ക്സ് ആയിട്ട് നമ്മുടെ RBIയുടെ കീഴിലുള്ള ഷെഡ്യൂൾഡ് ആൻഡ് നോൺ ഷെഡ്യൂൾഡ് എന്ന ക്ലാസിഫിക്കേഷന് ഷെഡ്യൂൾഡ് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് ബാങ്ക്സ്, ഇത്രയും കാര്യങ്ങളായിരുന്നു പറഞ്ഞത്. സോ ടുഡേ വി ആർ മൂവിങ് ഓൺ ടു ദ മോണിറ്ററി പോളിസി. ഇനിയുള്ളത് എന്താണ് മോണിറ്ററി പോളിസി, അതേപോലെ എന്താണ് ഫിസ്ക്കൽ പോളിസി, നമ്മുടെ ബിസിനസ് സൈക്കിളിനെ. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ ഏതാണ്? സെക്കൻഡ് മൊഡ്യൂളാണ്, ബിസിനസ് സൈക്കിളാണ്. സോ ഇൻ വിച്ച് വി വോണ്ട് ടു സ്റ്റഡി വാട്ട് ഈസ് എ മോണിറ്ററി പോളിസി ദാറ്റ് RBI ഈസ് ടേക്കിംഗ് ടു കൺട്രോൾ ദിസ് ബിസിനസ് സൈക്കിൾ. ബിസിനസ് സൈക്കിളിൽ തന്നെ നമ്മൾ എന്തൊക്കെ സ്റ്റേജസ് പറഞ്ഞായിരുന്നു? ലോവർ, ദാറ്റ് ഈസ് ഒരു സ്റ്റാഗ്നേഷൻ ഫേസ് ഉണ്ട്, ഇൻട്രൊഡക്ഷൻ ഫേസ് ഉണ്ട്, അവസാനം ഡിക്ലൈൻ വരെയുണ്ട്. ഇങ്ങനെയുള്ള ഫേസുകളിൽ എന്തെല്ലാം മെഷേഴ്സാണ് RBI എടുക്കുന്നത് ടു കൺട്രോൾ ദിസ് സൈക്ലിക് മൂവ്? ഈ സൈക്ലിക് മൂവ്മെൻറ്റിനെ ഒരു പ്രോപ്പർ രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി എന്തൊക്കെ എടുക്കുന്നു എന്നതിനാണ്. ഫസ്റ്റ് വൺ ഇസ് എ മോണിറ്ററി പോളിസി. സോ മോണിറ്ററി പോളിസി ഇസ് നത്തിങ് അതർ ദാൻ ഇറ്റ് ഈസ് എ പോളിസി ടേക്കൺ ബൈ ദി സെൻട്രൽ ബാങ്ക് for the credit control mechanism. So it refers to the credit control mechanism by the central bank of the country. Credit control എന്താണ്? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തായിരുന്നു. ക്രെഡിറ്റ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെപ്പോസിറ്റിൻ്റെ മേലെ ഒരു എമൗണ്ട് നമ്മുടെ റിസർവ്സ് ആയിട്ട് മാറ്റി വെച്ച് ബാക്കിയുള്ള എമൗണ്ട് ലെൻഡിങ്ങിന് പ്രൊവൈഡ് ചെയ്ത് ആ ലെൻഡിങ്ങിൽ നിന്ന് നമുക്ക് ഡെറിവേറ്റീവ് ഡെപ്പോസിറ്റായി മാറി ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബാങ്കിൽ ക്രെഡിറ്റ് കൂടി വരുന്നു. ആദ്യം 10,000 ആയിരുന്നത് എന്തായി, ഒരു 20% വെച്ച് 8,000 കൂടി ചേർത്ത് 18,000 ആയി. അതിലേയും പിന്നെ 18,000-ൻ്റെ 20% സേവ് ചെയ്ത് ബാക്കി 6,400 കൂടി എടുത്ത് അങ്ങനെ 24,400 ആയി. സോ ദിസ് ഈസ് എ കൈൻഡ് ഓഫ് ക്രെഡിറ്റ് ക്രിയേഷൻ. ഫോർ കൺട്രോളിംഗ് ദിസ് ക്രെഡിറ്റ് ക്രിയേഷൻ the RBI has formulated this monetary policy. So depending on the condition or the situation prevailing in the economy, central bank is able to increase or decrease the amount of money circulation in the economy. ഇതോടെ ഈ സിറ്റുവേഷൻ, ഈ എക്കോണമിയുടെ സിറ്റുവേഷൻ അനുസരിച്ചാണ് സെൻട്രൽ ബാങ്കിന് നമ്മളുടെ ടോട്ടൽ സർക്കുലേഷനിലുള്ള മണി കൂട്ടാനും കുറയ്ക്കാനും പറ്റുന്നത്. സർക്കുലേഷൻ നോക്കുന്നത് ആരായിരുന്നു? നമ്മുടെ ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന മണിയെ ബാങ്കിങ് മെക്കാനിസമാണ് കൺട്രോൾ ചെയ്യുന്നത്, എത്രത്തോളം സർക്കുലേഷനിൽ കൊണ്ടുവരണം പൈസ എന്ന്. സോ ദിസ് ഇസ് ഹെൽപ്ഡ് അല്ലെങ്കിൽ ടു ഇൻക്രീസ് ഓർ ഡിക്രീസ് ദ money circulation, this monetary policy helps the central bank. So credit control is affected by the central bank through the commercial banks by giving instructions and guidelines on their working from time to time, checking their activity. അപ്പോൾ നമുക്ക് സെൻട്രൽ ബാങ്കിന് നേരിട്ട് കയറി ഒന്നും ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് സെൻട്രൽ ബാങ്ക് ഇസ് നോട്ട് ഓൺലി ദ പേഴ്സൺ ടു ലെൻഡ് മണി ടു ദ കസ്റ്റമേഴ്സ് വന്ന് അവർക്കൊരു ഫണ്ട് വേണം, ലോൺ വേണമെങ്കിൽ നേരെ അപ്രോച്ച് ചെയ്യുന്ന സെൻട്രൽ ബാങ്കിനെ അല്ല, അല്ലെങ്കിൽ RBI അല്ല. ദേ വിൽ ബി അപ്രോച്ചിങ് സം ഓഫ് ദ കൊമേഴ്ഷ്യൽ ബാങ്ക്. സോ ത്രൂ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ദിസ് RBI is introducing these kind of monetary policy. So what are the objectives of monetary policy? ഇങ്ങനെയുള്ള മോണിറ്ററി പോളിസി നമ്മൾ കൊണ്ടുവന്നുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താ? വാട്ട് ഇസ് ദ ഒബ്ജക്റ്റീവ്? ഫസ്റ്റ് വൺ, പ്രൈസ് സ്റ്റെബിലിറ്റി. പ്രൈസിനെ സ്റ്റേബിളാക്കാൻ വേണ്ടി. പ്രൈസ് സ്റ്റെബിലിറ്റി മീൻസ് ടു കൺട്രോൾ ദ വോളിയൂം ഓഫ് ക്രെഡിറ്റ്. എത്രത്തോളം പൈസ നമ്മുടെ എക്കോണമിയിൽ വേണം, അതിനൊരു കൺട്രോൾ, വോളിയൂം ഓഫ് ക്രെഡിറ്റ് എന്ന് പറയും. എത്ര എമൗണ്ട് ആണ് നമ്മുടെ എക്കോണമിയിൽ സർക്കുലേറ്റ് ചെയ്യുന്നത്, ദാറ്റ് ഇസ് വോളിയൂം ഓഫ് ക്രെഡിറ്റ്. സോ ടു കൺട്രോൾ ദ വോളിയൂം ഓഫ് ക്രെഡിറ്റ് വി വോണ്ട് ടു യൂസ് ദിസ് മോണിറ്ററി പോളിസി. ആൻഡ് ഇൻഫ്ലേഷൻ ക്രീപ്സ് ഇൻ വിച്ച് ദർ ഇസ് എക്സസ് ക്രെഡിറ്റ് ആൻഡ് ഡിഫ്ലേഷൻ ടേക്സ് ദ ലീഡ് ബൈ ദർ ഇസ് ഷോർട്ടേജ് ഓഫ് ക്രെഡിറ്റ്. അല്ലേ, ക്രെഡിറ്റ് കുറവാകുമ്പോൾ എന്തായിരിക്കും? ഡിഫ്ലേഷൻ സംഭവിക്കുന്നു. അതേപോലെ ക്രെഡിറ്റ് കൂടുതലാണ്, ക്യാഷ് ഭയങ്കര കൂടുതലാണെങ്കിൽ അതാണ് ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം. അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് കണ്ടീഷനെ നമ്മൾ ഒരുമിച്ചാക്കുക, അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ റൈസിങ് പ്രൈസും അതുപോലെ ഡിക്രീസിങ് പ്രൈസും വരുമ്പോൾ ഇതിനെ ബാലൻസ് ചെയ്യാൻ, അങ്ങനെ ബാലൻസ് ചെയ്താൽ മാത്രമായിരിക്കും നമുക്ക് പ്രൈസ് സ്റ്റെബിലിറ്റി ചെയ്താൽ. ഫോർ ദിസ് വി റിക്വയർ ദിസ് മോണിറ്ററി പോളിസി. സെക്കൻഡ് വൺ ഇസ് to achieve stability in the foreign exchanges. ഫോറിൻ എക്സ്ചേഞ്ചിന് ഒരു സ്റ്റെബിലിറ്റി കൊണ്ട് നമ്മുടെ കറൻസിയുടെ സ്റ്റെബിലിറ്റി, പ്രൈസ് സ്റ്റെബിലിറ്റി കൊണ്ടുവരാം. അതേപോലെ ഫോറിൻ എക്സ്ചേഞ്ച് സ്റ്റെബിലിറ്റി. സോ എ സ്റ്റേബിൾ റേറ്റ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ക്യാൻ ബി ഓൺലി ബൈ ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് ദ വോളിയൂം ഓഫ് ക്രെഡിറ്റ്. നമ്മളുടെ എക്കോണമിയിലെ ക്രെഡിറ്റ് കൂട്ടിയും കുറച്ചും തന്നെ, അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ സിറ്റുവേഷനെ ബാലൻസ് ചെയ്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഫോറിൻ കറൻസിയെ സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ദാറ്റ് ഇസ് എ സെക്കൻഡ് ഒബ്ജക്റ്റീവ് ഓഫ് മോണിറ്ററി പോളിസി.
Third one is elimination of the business cycle. That is, the ups and downs in the economic activities due to the fluctuation in the price level is called business cycle. നമ്മൾ പറഞ്ഞു ഒരു ഗ്രാഫ് പോലെ ഒരു സൈൻ വേവ് പോലെയാണ് ബിസിനസ് സൈക്കിൾ പോകുന്നത്. ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഒരു ഇറക്കം ഉണ്ടാവും, പിന്നെ ഒരു കയറ്റം ഒരു ഇറക്കം, ഇങ്ങനെയാണ് അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇതിനെ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാം. ഈ ഫ്ലക്ച്വേഷൻസ് ഒക്കെ മാറ്റി പ്രൈസ് ലെവലും ഫോറിൻ എക്സ്ചേഞ്ചും എല്ലാം സ്റ്റേബിൾ ആക്കിയാലേ നമ്മുടെ ബിസിനസ് സൈക്കിളും സ്റ്റേബിൾ ആവുള്ളൂ. സോ ദിസ് ക്യാൻ ബി കൺട്രോൾഡ് ബൈ ദ സെൻട്രൽ ബാങ്ക്സ് ക്രെഡിറ്റ് പോളിസി. നെക്സ്റ്റ്, ദ എക്കണോമിക് ഗ്രോത്ത്. എക്കണോമിക് ഗ്രോത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ദറ്റ് ഇസ് വി നോ ദാറ്റ് വി വോണ്ട് ടു ഗെയിൻ എക്കണോമിക് ഗ്രോത്ത്, അല്ലെങ്കിൽ നമ്മുടെ GDP നാഷണൽ ഇൻകം ഒക്കെ കൂട്ടണം. അപ്പോൾ ഇതിനെല്ലാം വേണ്ടി എന്ത് ചെയ്യണം? ആൾക്കാർ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യണം. സോ ദ സെൻട്രൽ ബാങ്ക് ഷുഡ് ടേക്ക് എ പോളിസി ടു encourage or promote savings, then to mobilize the resource and encourage the requirement of different sectors of the economy. ഡെപ്പോസിറ്റ് ചെയ്താൽ മാത്രം പോലെ അല്ല, സേവിങ്സ് മാത്രമല്ല, സേവിങ്സ് ചെയ്ത എമൗണ്ടിനെ പിന്നെ എന്താ വേറെ സെക്ടേഴ്സ് അത് ഉപയോഗിക്കണം. അപ്പം നമ്മൾ ഓരോരുത്തർ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഡെപ്പോസിറ്റായി കൊടുക്കുന്നത് ഇൻ എക്കോണമി അത് സർക്കുലേറ്റ് ചെയ്യുക. സോ ദാറ്റ് വിൽ ബി ടേക്കൺ അപ്പ് ബൈ എനി ഓഫ് ദ പേഴ്സൺസ്. ലോൺ എടുക്കുന്ന ഓരോരുത്തർക്കാണ് നമ്മളുടെ ഫണ്ട് പോകുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ലോൺ എടുക്കുകയും അതുപോലെ ഡെപ്പോസിറ്റ് ചെയ്യുകയും അങ്ങനെ എക്കണോമി ഡെവലപ്പ് ആവുള്ളൂ. ഫോർ ദീസ് ഓൾസോ വി വോണ്ട് ടു ഹാവ് എ ക്രെഡിറ്റ് പോളിസി. അപ്പം മോണിറ്ററി പോളിസി എന്ന ക്രെഡിറ്റ് പോളിസി എങ്ങനെയാണ് RBI ഗുണം ഉണ്ടാക്കുന്നത് എന്നതാണ് പറഞ്ഞത്. ഫസ്റ്റ്, പ്രൈസ് സ്റ്റെബിലിറ്റി, ടു റീച്ച് പ്രൈസ് സ്റ്റെബിലിറ്റി, ടു റീച്ച് ദ foreign exchange stability, then to eliminate the ups and downs in the business cycle, and also for promoting the economic growth. So ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മോണിറ്ററി പോളിസിയുടെ ഒബ്ജക്റ്റീവ്സ്. ഇനി എങ്ങനെയാണ് നമ്മൾ ഈ മോണിറ്ററി പോളിസീസ് നമ്മുടെ എക്കോണമിയിൽ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ RBI എന്തൊക്കെ റേറ്റുകൾ മാറ്റി മറിച്ചുമാണ് നമ്മളെ ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യുന്നത്. So the methods or the weapons of the credit control. What are the methods of weapons taken by the central bank or the RBI to formulate the central policy or the credit policy? So this credit control mechanism can be divided into two types. രണ്ട് classification ഉണ്ട്. First one is the quantitative or the general credit controls. ഒന്നെങ്കിൽ quantitative ആകാം അല്ലെങ്കിൽ general credit controls, quantitative ടേംസിലുള്ളത്. Other one will be qualitative. ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് ആണെങ്കിൽ അതർ ക്വാളിറ്റേറ്റീവ് ആണ്. സോ ക്വാണ്ടിറ്റേറ്റീവ് is otherwise called as general credit control and the qualitative is known as selective credit control. Generalum selective, quantitative qualitative. These are the two classifications. So in which the first one is quantitative credit control. So quantitative എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും വോളിയം ഓഫ് നമ്മളുടെ ബാങ്കിൻ്റെ അഡ്വാൻസസിനെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്ന ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് യൂസിങ് സം റേറ്റ് ഉപയോഗിച്ചിട്ടുള്ളത്, അതാണ് ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ. സോ ഇറ്റ് എയിംസ് അറ്റ് റെഗുലേറ്റിംഗ് ദ വോളിയം ഓഫ് ദ ബാങ്ക് അഡ്വാൻസസ്, ദാറ്റ് ഈസ് ടു മേക്ക് ദ ബാങ്ക് ലെൻഡ് മോർ ഓർ ലെസ്. ചിലപ്പോൾ ബാങ്കുകൾ കൂടുതൽ ലെൻഡ് ചെയ്യാനുള്ള ഫെസിലിറ്റി, അതുപോലെ ചിലപ്പോൾ ബാങ്ക് കുറവ് ലെൻഡ് ചെയ്യുക. അപ്പോൾ കൂടുതൽ ലെൻഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ലെൻഡിങ് റേറ്റ് കുറച്ചായിരിക്കും കൂടുതൽ ലെൻഡ് ചെയ്യുമ്പോൾ. അപ്പോൾ ആൾക്കാരെല്ലാം വാങ്ങിയിട്ട് അത് ഡെപ്പോസിറ്റ് ആവും. അങ്ങനെ ക്രെഡിറ്റ് കൺട്രോൾ കൂടും. അതുപോലെ ഒരു കണ്ടീഷനിൽ ഇവർക്ക് എന്ത് ചെയ്യാം? ബാങ്ക് റേറ്റ് കുറയ്ക്കാം. ബാങ്ക് റേറ്റ് കുറയ്ക്കുമ്പോൾ എന്ത് ചെയ്യും? ആരും ലോൺ എടുക്കത്തില്ല. ഓൾ വിൽ ബി ഡെപ്പോസിറ്റ് ദ മണി. സോ ദീസ് two ways, that is by increasing or decreasing the volume or the lending rates, we can control. That is known as quantitative credit control. So ഇതിൽ തന്നെ പല ആക്ടിവിറ്റീസ് ഉണ്ട് ക്വാണ്ടിറ്റേറ്റീവിൽ തന്നെ. അതിൽ ഒന്നാണ് ബാങ്ക് റേറ്റ് പോളിസി, ദെൻ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്, ദെൻ വേരിയബിൾ റിസർവ് റേഷ്യോ, ദെൻ വേരിയേഷൻ ഇൻ SLR. So these are the quantitative techniques of monetary control. അപ്പോൾ അതിൽ ഓരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് ബാങ്ക് റേറ്റ് പോളിസി. ബാങ്ക് റേറ്റ് പോളിസി അതാണ് ആദ്യത്തെ തന്നെ. ബാങ്ക് റേറ്റ് പോളിസി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? So bank rate is a rate at which the central bank rediscounts the first class commercial bills of the commercial bank. That is the rate of loans or advances given to the commercial banks by the central bank. നമ്മൾ പറഞ്ഞായിരുന്നു ഒരു ബാങ്കേഴ്സ് ബാങ്കാണ് RBI എന്ന് പറഞ്ഞു. ബാങ്കേഴ്സ് ബാങ്ക് എന്ന് പറയുമ്പോൾ എന്തോ ബാങ്കറിന് ബാക്കിയുള്ള ബാങ്കേഴ്സിന് എന്തെങ്കിലും ഡെഫിഷ്യൻസി വരുന്നു ഇൻ ഫണ്ട്. So the RBI will be lending money to those banks. Through them it will be reaching to the customers. അപ്പോൾ ബാങ്കിന് നമ്മൾ ലോണായിട്ട് RBI നിന്ന് കൊടുക്കും അല്ലെങ്കിൽ അഡ്വാൻസ് ആയിട്ട് കൊടുക്കും. അതിൻ്റെ മേലെ RBI വയ്ക്കുന്ന റേറ്റ്, അതിനെയാണ് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. So it is the rate of interest on the loans and advances given to commercial banks by the central bank, that is RBI. So RBI എപ്പോഴും എന്താ എല്ലാ ഇതിൻ്റെ അവസാന കച്ചിത്തുരുമ്പായിട്ടായിരിക്കും നമ്മൾ RBIനെ അപ്രോച്ച് ചെയ്യുന്നത്. അതാണ് ഇറ്റ് ഇസ് എ ലെൻഡർ ഓഫ് ദി ലാസ്റ്റ് റിസോർട്ട് ടു കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ബൈ മേക്കിംഗ് വേരിയേഷൻ ഇൻ ദ ബാങ്ക് റേറ്റ്. സെൻട്രൽ ബാങ്ക് ക്യാൻ ഇൻഫ്ലുവൻസ് ദ വോളിയം ഓഫ് ബാങ്ക് ക്രെഡിറ്റ് അവൈലബിൾ ഇൻ ദ കൺട്രി. അപ്പം ഏറ്റവും അവസാനമാണ് നമ്മളുടെ RBIയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിലൂടെ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും.
So, the underlying principle of the bank rate policy is that change in the bank rate result in the change in the money market rates, making the credit costlier or cheaper and affecting its supply and demand. അപ്പോൾ നമ്മൾ ബാങ്ക് റേറ്റ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മളുടെ ക്രെഡിറ്റിൻ്റെ ഡിമാൻഡ് കൂടിയും കുറഞ്ഞു വരും. ഇപ്പോൾ നമ്മൾ ബാങ്ക് റേറ്റ് കൂട്ടി എന്ന് പറഞ്ഞാൽ RBI കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് കൊടുക്കുന്ന റേറ്റ് കൂട്ടുമ്പോൾ എന്ത് പറയും? നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് പൈസ കുറച്ചേ ആരെന്ന് RBI നിന്ന് എടുക്കത്തുള്ളൂ. ബിക്കോസ് ഇഫ് ദേ ആർ ടേക്കിംഗ് ഹൈ എമൗണ്ട് ദേ മേ ബി ഹാവ് ടു പേ മോർ ഇൻട്രസ്റ്റ്, കൂടുതൽ ഇൻട്രസ്റ്റിലായിരിക്കും അവർ അടയ്ക്കേണ്ടത്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ ക്രെഡിറ്റ് എന്താ സംഭവിക്കുന്നത്? ക്രെഡിറ്റ് കൺട്രോൾഡ് ആണ്. വളരെ കുറച്ച് മണി മാത്രമേ നമ്മുടെ എൻവയോൺമെൻറ്റിൽ നമ്മുടെ എക്കോണമിയിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ വോളിയം ഓഫ് ക്രെഡിറ്റ് ഇസ് ഡിക്രീസ്. ഇൻ അതർ സെൻസ് വെൻ ദ ബാങ്ക് റേറ്റ് ഇസ് ഡിക്രീസ്ഡ്, what happens? So commercial banks just want to they can take higher amount as loan or advances from the RBI. കൂടുതൽ എമൗണ്ട് അവരെടുക്കും. So more money is in circulation, that is volume of credit will be higher. Okay, so this causes a spurt in the bank market rate which will discourage the business activity and the demand for the credit falls. അപ്പോൾ ചില സമയത്ത് ബാങ്ക് ക്രെഡിറ്റ് കുറയും, ചില സമയത്ത് ബാങ്ക് ക്രെഡിറ്റ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. സോ ദിസ് ഇസ് അബൌട്ട് ദ ബാങ്ക് റേറ്റ് പോളിസി. ബാങ്ക് റേറ്റ് പോളിസി എങ്ങനെയാണ് ക്രെഡിറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്? ബാങ്ക് റേറ്റ് കൂടുമ്പോൾ ക്രെഡിറ്റ് കൺട്രോൾ എന്താ സംഭവിക്കുന്നത്, അതുപോലെ ബാങ്ക് റേറ്റ് കുറയുമ്പോൾ ക്രെഡിറ്റ് കൺട്രോൾ എന്താ സംഭവിക്കുന്നത്? ഇതാണ് ബാങ്ക് റേറ്റ് പോളിസിയിൽ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്താണ്? So, open market operation means the purchase or sale by a central bank of any kind of security and bills in which it deals. So, open market എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൻട്രൽ ബാങ്കിൻ്റെ ഷെയർസ് അത് വിൽക്കുന്നത്. Purchase or sale by the central bank of any security and bills in which it deals. So, the security can be bills or the bonds of the government or any other public securities or the trade bills. ഒന്നെങ്കിൽ ഗവൺമെൻറ് ബോണ്ട്സ് ആകാം, അല്ലെങ്കിൽ പബ്ലിക് സെക്യൂരിറ്റി അല്ലെങ്കിൽ ട്രേഡ് ബിൽസോ എല്ലാം വിറ്റിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പർച്ചേസും സെല്ലും നടത്തിയിട്ടുള്ള ഓപ്പറേഷൻസ്. സോ ഇറ്റ് ഈസ് എ ഡെലിബറേറ്റ് അറ്റംപ്റ്റ് ബൈ ദ സെൻട്രൽ ബാങ്ക് ടു ഇൻഫ്ലുവൻസ് ദ വോളിയം ഓഫ് ക്രെഡിറ്റ് ഇൻ ദ കൺട്രിയിലെ വോളിയം ഓഫ് ക്രെഡിറ്റ് തന്നെയല്ല അത് കൺട്രോൾ ചെയ്യുന്നത്. അവരുടെ ഒരു സെക്യൂരിറ്റി അവർ വിൽക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അത്രയും പേര് അതിന് വേണ്ടി ക്രെഡിറ്റ് കൊടുക്കുന്നു. സോ ദ ക്രെഡിറ്റ് ഇൻ ദ കൺട്രി ഈസ് ഇൻക്രീസിങ്. അല്ലെങ്കിൽ RBIയിലേക്ക് ആ പൈസ പോകുക, അപ്പം ആൾക്കാരുടെ കയ്യിലുള്ള എമൗണ്ട് കുറയുക, RBIയിൽ കൂടുന്നു. സോ സർക്കുലേഷൻ എമൗണ്ട് കുറയും. പിന്നെ അവർ സെല്ല് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? സെല്ല് ചെയ്തപ്പോൾ ഇങ്ങനെ സംഭവിച്ചെങ്കിൽ ബൈ ചെയ്യുമ്പോൾ ഉള്ള ഷെയർസിനൊക്കെ അവർ പൈസയായിട്ട് തിരിച്ചു കൊടുക്കുന്നു. സോ ദ മണി ഇൻ ദ എക്കോണമി വിൽ ഇൻക്രീസ്. സോ ഇൻ ടു വേസ് ഓൾസോ ലൈക്ക് ദ ബാങ്ക് റേറ്റ് ഇറ്റ് സെൽഫ്, ദ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ വിൽ ഓൾസോ പ്ലേ ഇൻ ദ ടു വേസ്. So, when the central bank sells the security in the open market, the customer deposit with the commercial bank depletes to the extent that these customers acquire the security sold by the central bank. So, when the deposit of the commercial bank decrease, ഇനി കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഡെപ്പോസിറ്റ് കുറയുമ്പോൾ എന്താ പറ്റുക? ദ ക്രെഡിറ്റ് ക്രിയേഷൻ കപ്പാസിറ്റി ഓഫ് ദ കൊമേഴ്ഷ്യൽ ബാങ്ക് വിൽ ഓൾസോ കംസ് ഡൗൺ. ഡെപ്പോസിറ്റ് കുറഞ്ഞാൽ ക്രെഡിറ്റ് ക്രിയേഷൻ കുറയുമെന്ന് നേരത്തെ പറഞ്ഞായിരുന്നു. ഡെപ്പോസിറ്റ് കുറയുമ്പോൾ എന്ത് സംഭവിക്കും? ഡെപ്പോസിറ്റ് കുറഞ്ഞു. ഡെപ്പോസിറ്റിൻ്റെ ഒരു 20% ബാക്കി വെച്ചിട്ടേ ബാക്കി ലോണായിട്ട് കൊടുക്കത്തുള്ളൂ. അപ്പോൾ ആ എമൗണ്ട് മാത്രമേ എക്കോണമിയിൽ സർക്കുലേറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ക്രെഡിറ്റ് ക്രിയേഷൻ കപ്പാസിറ്റിയും കുറവായിരിക്കും. സോ ദ അൾട്ടിമേറ്റ് റിസൾട്ട് ഇസ് എ കോൺട്രാക്ഷൻ ഓഫ് ദ ബാങ്ക് ക്രെഡിറ്റ് അവൈലബിൾ ഇൻ ദ എക്കോണമി. അപ്പോൾ കോൺട്രാക്ഷൻ സംഭവിക്കും എന്നുവെച്ചാൽ ക്രെഡിറ്റ് കുറഞ്ഞു. ബട്ട് വെൻ ദ സെൻട്രൽ ബാങ്ക് പർച്ചേസസ് ദ സെക്യൂരിറ്റി ഇൻ ദ ഓപ്പൺ മാർക്കറ്റ് ദ റിവേഴ്സ് ഹാപ്പൻസ്. സെല്ല് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ വരുന്നത്. എന്നാൽ പർച്ചേസ് ചെയ്യുമ്പോൾ the situation will reverse. So this is about the open market operations. Okay, next one is the variable reserve ratio അല്ലെങ്കിൽ ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയും. വേരിയബിൾ റിസർവ് റേഷ്യോ എന്താ? ദാറ്റ് ഈസ് every commercial bank is required to by law to keep a certain percentage of its deposit as reserves by the central bank known as cash reserve. നമ്മൾ ആ ക്രെഡിറ്റ് ക്രിയേഷനിൽ പറഞ്ഞിരുന്നു 10,000 റുപ്പീസാണ് നമ്മളുടെ സർക്കുലേഷനിലുള്ള എമൗണ്ട് എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. 20% ആണ് നമ്മളുടെ CRR എന്ന് പറഞ്ഞു. ആ CRR തന്നെയാണ് ഇവിടെ VRR എന്ന് പറഞ്ഞിരിക്കുന്നത്, ക്യാഷ് റിസർവ് റേഷ്യോ. നമ്മൾ ലെൻഡ് ചെയ്യുന്നതിന് മുമ്പ് 1%, 20% എങ്കിലും നമ്മുടെ ബാങ്കിൽ തന്നെ നമ്മൾ സൂക്ഷിച്ചിരിക്കണം ആസ് റിസർവ്. സോ it is that is cash reserve ratio is the ratio of the reserves kept with the central bank in proportion to the total deposit of a commercial bank. 10,000 ആണ് ടോട്ടൽ ഡെപ്പോസിറ്റ് എങ്കിൽ അതിൻ്റെ 20%, ദാറ്റ് ഈസ് 2,000 രൂപ എവിടെയായിരിക്കണം? സെൻട്രൽ ബാങ്കിന് ആയിട്ടുള്ളൊരു റിസർവായി മാറ്റി വയ്ക്കണം. അതിനെയാണ് CRR റേഷ്യോ എന്ന് പറയുന്നത്. ഏത് റേറ്റിലാണോ വെക്കുന്നത് അതാണ് CRR റേഷ്യോ.
So the central bank is employed to increase or decrease the CRR depending on the credit needs of a country. ഒരു കൺട്രിയിൽ ഇപ്പോൾ കൂടുതൽ സർക്കുലേഷനിൽ വരണം എമൗണ്ട് എങ്കിൽ എന്ത് ചെയ്യും? എമൗണ്ട് കൂടുതൽ വേണം. അപ്പം നമ്മൾ CRR റേഷ്യോ നമ്മുടെ RBI കുറയ്ക്കും. CRR റേഷ്യോ കുറയ്ക്കുന്നു. 20% പകരം 10% റിസർവ് വെച്ചാൽ മതി എന്ന് പറയുന്നു. അപ്പോൾ ബാക്കി എല്ലാ എമൗണ്ടും എന്ത് ചെയ്യാൻ പറ്റും? ലോണിന് വേണ്ടി അഡ്വാൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ബാങ്ക് ക്രെഡിറ്റ് കൂട്ടാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ സർക്കുലേഷനിലെ ക്രെഡിറ്റ് എമൗണ്ട് കൂട്ടാൻ വേണ്ടി നമ്മൾ നോർമലി ചെയ്യുക CRR റേഷ്യോ കുറയ്ക്കും. ദാറ്റ് ഈസ് the central bank is when the central bank feels that there is excess credit in the country, it will increase the CRR. അതുപോലെ എക്കോണമിയിൽ സർക്കുലേഷൻ എമൗണ്ട് വളരെ കൂടുതലാണ്, കുറേ എമൗണ്ട് കണ്ടീഷൻ ഉണ്ട്, അല്ലെങ്കിൽ ക്രെഡിറ്റ് കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യും? കൂടുതൽ റിസർവായിട്ട് വെച്ച് ബാക്കി മതി ലോണായിട്ട് കൊടുക്കേണ്ടതെന്ന് പറയും. ദാറ്റ് is CRR ratio will be increased by the central bank. So when the CRR ratios increase, all the commercial banks in the country have to keep more cash in the central bank. ഇപ്പോൾ എല്ലാ ബാങ്കുകൾക്കും ഒരുപോലെ ആയിരിക്കും CRR ratio. ഈ പറഞ്ഞ എല്ലാ റേറ്റ്സും RBI കൊടുക്കുന്ന എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്ക്സിനും ഒരേ രീതിയിലാണ്. അപ്പോൾ എല്ലാ ബാങ്ക്സും ഒരേപോലെ തന്നെ ഇത്ര എമൗണ്ട് 20% വരെ 50% സൂക്ഷിക്കണം. So automatically every bank will be keeping that amount with the central bank. So this decreases the lending capacity of the commercial banks. Commercial ബാങ്ക്സിന് 50% വെച്ച് ബാക്കി 50% മാത്രമേ ലെൻഡിങ്ങിൽ കൊടുക്കാൻ പറ്റുന്നുള്ളൂ. അങ്ങനെ ലെൻഡിങ് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ക്രെഡിറ്റ് കോൺട്രാക്ഷൻ സംഭവിക്കുന്നു. ഇനി ഇതിൻ്റെ തിരിച്ചാണ് CRR റേഷ്യോ നമ്മൾ കുറയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ റിവേഴ്സ് ഹാപ്പൻ ആവും. എന്താ? റേഷ്യോ കുറയ്ക്കുന്നു. So more amount from 20 it reduced to 5%. So about 95% they can lend to the customers. Similarly every banks can lend. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ക്രെഡിറ്റിന് എക്സ്പാൻഷൻ ഉണ്ടാകുന്നുണ്ട്. സോ ദിസ് ഇസ് അബൌട്ട് ദ VRR or the CRR റേഷ്യോ. നെക്സ്റ്റ് വൺ ഈസ് വേരിയേഷൻ ഇൻ ദ SLR. ഇപ്പോൾ CRRും ബാങ്ക് റേറ്റും ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് പോലെ തന്നെയുള്ള വേറൊരു റേറ്റാണ് SLR, ദാറ്റ് ഈസ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. ഇതിനെ പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്നാണ്. So every bank is required to maintain a certain percentage of their demand and time liabilities as SLR. SLR എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാഷ് ഇൻ ഹാൻഡോ ഗോൾഡോ സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ സെക്യൂരിറ്റി അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ടിൻ്റെ ബാലൻസസ് RBI ആയിട്ടുള്ള അല്ലെങ്കിൽ SB ആയിട്ടുള്ള ഇതിൻ്റെ ഒരു ഭാഗം നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുക, മെയിൻറ്റെയിൻ ചെയ്യുക. അതിനെയാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. സോ every bank or SLR refers to the cash in hand, gold, central and state government securities, balances in the current account with the central bank, state bank and in subsidiaries as certain percentage of the demand and time liability. So RBI ഈ റേറ്റും ഫിക്സ് ചെയ്യും. ഇപ്പോൾ CRR റേഷ്യോ എന്താണോ അതുപോലെ തന്നെ SLR റേഷ്യോയും ഫിക്സ് ചെയ്യുന്നുണ്ടാവും. So when the central bank, that is RBI, feels that there is excess credit in the economy or the country, ഇപ്പോൾ കൂടുതൽ പൈസ എക്കോണമിയിൽ സർക്കുലേറ്റ് ചെയ്യുകയാണെന്ന് തോന്നുമ്പോൾ they will increase the SLR. കൂടുതൽ എമൗണ്ട് ഉണ്ടെന്ന് തോന്നുമ്പോൾ they will increase the SLR. CRRും അങ്ങനെ തന്നെയായിരുന്നു. ക്രെഡിറ്റ് കൂടിയപ്പോൾ എക്കോണമിയിൽ ക്രെഡിറ്റ് കൂടുതലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ CRR റേഷ്യോ കൂട്ടി, അതുപോലെ തന്നെ SLR റേഷ്യോയും കൂട്ടും. So when SLR is increased, what will happen? The lending capacity will come down. SLR കൂടുമ്പോഴും എന്ത് പറ്റുള്ള ക്യാഷിനെ മൊത്തം നമ്മൾ റിസർവ് ആയിട്ട് ബാങ്കിൽ തന്നെ വെക്കണം. അപ്പോൾ അത് കൂടി, അപ്പോൾ ഓട്ടോമാറ്റിക്കലി ദ കപ്പാസിറ്റി ഓഫ് ദ കൊമേഴ്ഷ്യൽ ബാങ്ക് വിൽ കം ഡൗൺ. കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ എമൗണ്ട് കുറഞ്ഞു വരും. ആൻഡ് ദ SLR is lowered, more funds will be available with the commercial banks for lending. ഇതിൻ്റെ റിവേഴ്സാണ് SLR കുറയ്ക്കുക. SLR കുറച്ചിടുമ്പോൾ കുറച്ച് റിസർവ് ആയിട്ട് വെച്ചാൽ മതി ബാങ്കിൽ തന്നെ. മറ്റേ CRR റേഷ്യോ എന്ന് പറയുന്നത് അത് റിസർവ് വയ്ക്കുന്നത് RBIക്ക് വേണ്ടി, ഇത് സ്വന്തമായിട്ടാണ്, സ്വന്തം ബാങ്കിൽ തന്നെ വയ്ക്കുന്നത്. സോ അത് കുറയ്ക്കുകയാണെങ്കിലും ലെൻഡിങ് കപ്പാസിറ്റി ഇപ്പം എന്താ കൂടും. സോ ഇതൊക്കെയാണ് നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഓഫ് ക്രെഡിറ്റ് കൺട്രോൾ. സോ ക്രെഡിറ്റ് ക്രിയേഷൻ എന്താണ് RBIയുടെ എന്ന് പറഞ്ഞു, ഫങ്ഷൻസും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. സോ ടുഡേ വി ഹാവ് ഡിസ്കസ് വാട്ട് ആർ ദി മെത്തേഡ്സ് ദാറ്റ് വി ക്യാൻ അഡോപ്റ്റ് ഫോർ ദി കൺട്രോളിങ് ദ മോണിറ്ററി പോളിസി. മോണിറ്ററി പോളിസി എന്താ, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താ, അതേപോലെ വാട്ട് ആർ ദ വെപ്പൺസ് ടു കൺട്രോൾ ദിസ് മോണിറ്ററി പോളിസി. ഇൻ ദിസ് വി ഹാവ് ഡിസ്കസ് ദർ ആർ 2 types ഓഫ് മെത്തേഡ്, ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ്. അതിലെ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് വൺ വാസ് ദ BRR ഓർ ബാങ്ക് റേറ്റ് പോളിസി, ദെൻ ദ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് OMO, then variable reserve ratio or the CRR, and the fourth one SLR. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് ഈ പോർഷനിലെങ്കിൽ യു ക്യാൻ ആസ്ക്.
അതേപോലെ ഇന്ന് ഒരു അസൈൻമെൻ്റ് ഉണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞ ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെത്തേഡ്സ് ആണ് ഡിസ്കസ് ചെയ്തത്. ഓരോ റേറ്റ്സ് പറഞ്ഞു. അപ്പോൾ ഇപ്പോഴത്തെ റേറ്റ് ഈ കഴിഞ്ഞ RBIയുടെ മോണിറ്ററി പോളിസിയുടെ റിവൈസ് ചെയ്തപ്പോൾ ഏത് റേറ്റ്സ് ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, ബാങ്ക് റേറ്റ് എത്രയാണ്, ഇപ്പോഴത്തെ RBIയുടെ ബാങ്ക് റേറ്റ് എത്രയാണ്, അതുപോലെ CRR റേഷ്യോ എന്താണ്, SLR റേഷ്യോ എന്താണ്, റിപ്പോ റേറ്റ് എന്താണ്, റിവേഴ്സ് റിപ്പോ റേറ്റ് എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ അസൈൻമെൻ്റ് ആയിട്ട് എഴുതേണ്ടത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ദി ഡേ. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ടെക്നിക്സ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ദി ഡേ. താങ്ക് യു.